പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്റർ ആയ എപ്സൺ L4260 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ L4260 എന്ന പ്രിന്റർ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്റ് ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ മെയിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു PDF വേർഡ് ഫയലാണ് ഇത്. നമുക്ക് സാധാരണ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ Ctrl+P അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഫയൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഫയൽ എന്ന ഓപ്ഷൻ എടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴോട്ട് വരുന്ന സമയത്ത് മിഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ പ്രിൻ്റ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, എപ്സൺ L4260. നോർമൽ കേസിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം വേണ്ടത് എത്ര കോപ്പി നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ പേര് അവിടെ ഓക്കെ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യുക. ഒന്നിൽ കൂടുതൽ കോപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നോർമലി 1 എന്നായിരിക്കും ഉണ്ടാവുക, അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് പ്രിൻ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി സാധാരണ രീതിയിലുള്ള പ്രിൻറ്റിങ് ചെയ്തു വരുന്നതാണ്. അതിൽ കാര്യമായ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഡോക്യുമെൻ്റ് എന്താണോ അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ് നോർമൽ കേസിലായിട്ട്. കണ്ടില്ല, നമ്മൾ ആ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്കിത് ഇപ്പോൾ കളർ ഡോക്യുമെൻ്റാണ്, അത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അതേപോലെ കൂടുതൽ പേജസ് 2 സൈഡ് പ്രിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ ഫയൽ ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ആ ഫയൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ Ctrl+P അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തത് കാണാൻ സാധിക്കും. അതിൻ്റെ ഇവിടെ താഴെ സെറ്റിങ്സ് തന്നെ ഒരു ഇതൊക്കെ ഉള്ളതുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീപ്പായ സെറ്റിങ്സാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രിൻ്ററിൻ്റെ താഴെ കാണുന്ന പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിൻ്ററിൻ്റെ മെയിൻ സെറ്റിങ്സ് ബോക്സാണ് ഈ ഓപ്പണായി വന്നിട്ടുള്ളത്. ഉണ്ടല്ലേ, ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് സൈസാണ്. നമുക്ക് ഏത് സൈസിലാണ് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കത്തിൽ A3++ വരുന്നുണ്ട്. ഒരിക്കലും ഈ പ്രിൻ്റർ A3++ പ്രിൻറ്റ് ചെയ്യൂല, കാരണം ഇത് A4 പ്രിൻ്ററാണ് വരുന്നത്. അത് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോമൺ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത് A3++ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് ഓറിയൻറ്റേഷനാണ്. നിങ്ങൾക്ക് പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ വേണ്ടത് എന്നുള്ളത്. അതിൻ്റെ പ്രിവ്യൂ ഇവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ പേപ്പർ ടൈപ്പ്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അതായത് നിങ്ങൾ ഏത് ടൈപ്പ് പേപ്പറാണ് നിങ്ങൾ പ്രിൻ്ററിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രിൻ്ററിന് പറഞ്ഞു കൊടുക്കണം. നോർമൽ എല്ലാവരും പ്ലെയിൻ പേപ്പറാണ്. ഇൻ കേസ് നിങ്ങൾ ഫോട്ടോ പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ എപ്സൺ പ്രീമിയം ഗ്ലോസി എന്ന് കാണുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ക്ലാരിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ ക്വാളിറ്റി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 3 ക്വാളിറ്റിയാണ് മെയിനായിട്ടുള്ളത്: ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് വരുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് പ്രിൻറ്റിംഗ് ആയിരിക്കും, പക്ഷേ ലോ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ്. ഹൈ ആകുമ്പോൾ കൂടുതൽ ഇങ്ക് സ്പ്രേ ചെയ്താൽ ബെറ്റർ ക്വാളിറ്റി കിട്ടും, പക്ഷേ പെട്ടെന്ന് ഇങ്ക് കഴിയുകയും മൈലേജ് കുറയുകയും പ്രിൻറ്റിങ് വളരെ സ്ലോ ആവുകയും ചെയ്യുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ ഫോട്ടോ ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഹൈയിലേക്ക് ഇടേണ്ടി വരും. എങ്കിൽ മാത്രമേ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടുകയുള്ളൂ. പിന്നെ കളർ മോഡാണ്. കളറിലാണോ ഗ്രേ സ്കെയിലാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇവിടെ മാറ്റി കൊടുക്കാം. ഗ്രേ സ്കെയിലിന് 3 പേരാണ് ഉണ്ടാവുക: ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മോണോക്രോം. ഇത് പല സോഫ്റ്റ്വെയറും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ 3 പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. അതിന് താഴെ കാണുന്നത് 2 സൈഡഡ് പ്രിൻറ്റിംഗ് ആണ്. അതായത് ഈ മോഡൽ പ്രിൻ്റിൽ നിങ്ങൾക്ക് 2 സൈഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ആദ്യം ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4 ഓപ്ഷന് കാണാൻ സാധിക്കും. ഒന്ന് ഓട്ടോ ആണ് 2 ഓപ്ഷനും, മാനുവൽ ആണ് 2 ഓപ്ഷനും. ഓട്ടോ തന്നെ ലോങ് എഡ്ജ്, ഷോർട്ട് എഡ്ജ് പറഞ്ഞിട്ടുണ്ടാവും. ലോങ് എഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പേജ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബുക്ക് വായിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് നമ്മൾ ഇതേപോലെ നോർമൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പേജ് ഇതേപോലെ തല തിരിഞ്ഞിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. ഇതെല്ലാമാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ്. അപ്പോൾ ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണും ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രിൻറ്റ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്.
ഞാനിപ്പോൾ 2 സൈഡ് അടക്കമുള്ള ഡോക്യുമെൻ്റാണ് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പേജ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരും. പക്ഷേ പകുതി എത്തുമ്പോഴേക്കും ആ പേപ്പർ തിരിച്ച് പിക്ക് ചെയ്യുന്നതാണ്. റിവേഴ്സ് പോയിക്കാണ്ട് പിന്നെയും പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. 2 സൈഡ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലെയിൻ പേപ്പറിൽ ആണ് മാത്രമേ 2 സൈഡ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്ലോസി പേപ്പറിൽ കഴിഞ്ഞതും 2 സൈഡ് പ്രിൻറ്റ് ചെയ്യാതെക്കാൻ നോക്കുക. ഗ്ലോസി പേപ്പർ മെയിൻലി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സെറ്റിങ്സിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ മീഡിയ ടൈപ്പ് എന്നുള്ള അവിടെ എപ്സൺ പ്രീമിയം ഗ്ലോസ് ഇത് മസ്റ്റായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.